അപ്പോൾ ഇതാരും ചെയ്ത് നോക്കരുത്. ഇത് കുറച്ച് ഡേഞ്ചറായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആരും ചെയ്യാതിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോണത്. നമ്മളെ പിരി പറയുന്ന ഒരു പൊട്ടിക്കണുണ്ടല്ലോ, ഒരു ഇതിൻ്റെ പേര് ടിക് ടിക് എന്നാണ്. ഒരു മോറി പറഞ്ഞ ഒരു കമ്പനിയുടെയാണ്. പിന്നെ നമുക്കൊരു വലിയ ഫ്ലവർ പോട്ടും വേണം. ചിലയിടത്ത് മേശാപ്പൂ, അതുമാതിരി പൂക്കുറ്റി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പലയിടത്തും പല ഇതിലെ പേരിലാണ് അറിയപ്പെടുക. എന്തായാലും സംഭവം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. കാരണം നമ്മളെ സെഞ്ചുറിയുടെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് 2 സാധനങ്ങളാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടത്. ഈ ടിക് ടിക്കും ഈ ഫ്ലവർ പോട്ടും, മേശാപ്പൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇനി നമുക്കിത് ഇതിൻ്റെ മേലത്തെ തിരിയുടെ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പേപ്പറുകളൊക്കെ ഒന്ന് കീറി കളയാം. അപ്പോൾ അത് ആ തിരിയുടെ ഭാഗം ഒന്ന് വരും പുറത്തേക്ക്. എന്നിട്ട് നമ്മളിതൊന്ന് ഒരു ഹാമർ വെച്ചിട്ടൊന്ന് ചെറുതായി ഒന്ന് തട്ടി കൊടുക്കണം. ഇതിന് മുകളിൽ മരുന്നൊക്കെ കട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഫ്രീ ആയിട്ട് പോരാൻ വേണ്ടിയിട്ടാണ്. ഇത് ചുറ്റുഭാഗം ഒരു വലിയ കാർഡ്ബോർഡാണ്. അപ്പോൾ ആ കാർഡ്ബോർഡ് കുറച്ച് ഹാർഡായിരിക്കും. ഇനി നമ്മളൊരു ന്യൂസ് പേപ്പർ എടുക്കണം. നമ്മൾ മരുന്ന് ഇതിലേക്ക് കൊട്ടിയെടുക്കണം. അതിൻ്റെ ഉള്ളിലത്തെ ഫുള്ള് മരുന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് അമർത്തി ഇതാക്കണം. അതിന് മുമ്പേ നമുക്ക് ഈ പേപ്പറൊന്ന് പൊളിച്ചെടുക്കണം. ഇതിൻ്റെ പുറത്തെ പേപ്പറൊക്കെ ഒന്ന് കീറി കളയാം. അപ്പോൾ നമ്മൾ ആ പേപ്പറൊക്കെ ഒന്ന് കീറി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു വലിയൊരു കാർഡ്ബോർഡാണ് ഇതിൻ്റെ ഉള്ളിൽ. ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു കാർഡ്ബോർഡാണ്. അപ്പോൾ അതിൻ്റെ മേലത്തെ ഒരു നീല പേപ്പർ ഉണ്ട്, അതും കൂടിയും കീറി കളയാണ്. ഇനി നമുക്ക് മെല്ലെ മരുന്നൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമ്മൾ ആ തിരി ഊരിയെടുക്കണം. ഇത് കുട്ടികളാരും ചെയ്യരുത്. ഇത് ഞങ്ങൾ അത്രയും സേഫ്റ്റിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ കുട്ടികളാരും ഇത് ചെയ്യരുത്. ചെയ്യുമ്പോൾ വലിയൊരാളും ചെയ്യുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനുള്ള മരുന്നൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണം. ഇങ്ങനെ കൊട്ടിയെടുത്താൽ മതി. അപ്പോൾ അതാ കുറച്ചൊക്കെ വരുന്നുണ്ട് മരുന്നൊക്കെ പുറത്തേക്ക്. അപ്പോൾ ആ മരുന്ന് പകുതി മുക്കാലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. കണ്ട മരുന്ന് വരുന്നുണ്ടോ? നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് മരുന്ന് നമ്മൾ കൊട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തിരി കണ്ടോ? തിരിയാണത്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റിക്കാം ഈ മരുന്ന്. അപ്പോൾ പേപ്പർ സെൻറ്റർ കീറിയിട്ട് ഇതിൻ്റെ മരുന്നൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് അടുത്തതായിട്ട് മറ്റേ ടിക് ടിക് ഇല്ലേ, ടിക് ടിക്കിൻ്റെ മരുന്നാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, കുട്ടികൾ ആരും ഇത് ചെയ്യരുത്. വലിയവരെ സഹായം ഇല്ലാണ്ട് ഇതാരും ചെയ്യരുത്. നമ്മളത് അത്രയും കെയറായിട്ടാണ് ചെയ്യണത്. ഇനി നമുക്ക് ടിക് ടിക്ക് മേലത്തെ കവറ് പൊളിച്ച് കൈ കൊണ്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ ആ മരുന്ന് ഏകദേശം ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പം കണ്ട് കുട്ടി കഴിഞ്ഞ സാധനം പോരും. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുകയാണ്. അപ്പോൾ മരുന്ന് പൊടിയുണ്ട്. അതപ്പം മരുന്ന് പൊടിഞ്ഞിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് അമർത്തിയപ്പോൾ തന്നെ കൈ കൊണ്ട് മെല്ലെ അമർത്തിയ മേലത്തെ മരുന്ന് ഇളകി കഴിഞ്ഞാൽ ആ തിരി എടുത്തു കഴിഞ്ഞാൽ പോരും. ഇതിലൊരു കറുപ്പ് മരുന്ന് കേട്ടോ. മറ്റതിലൊരു സിൽവറാണ്, ഇതിലൊരു കറുപ്പ് കളറാണ്. അപ്പോൾ കൈ കൊണ്ട് നല്ല ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരും. കണ്ട വരുന്നുണ്ടല്ലോ, ഒരു കറുപ്പ് മരുന്നാണ്. ആ കറുപ്പ് മരുന്ന് തന്നെ ഒരു മണി പോലെ ഒരു സാധനമാണ്. വെറൊരു പൊടിയല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു മണി. ആ മണിയാണ് മേലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിരി വന്നിട്ട് ഇങ്ങനെ പൊട്ടുന്നത് നമ്മൾ കത്തിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മണി പോലത്തെ സാധനങ്ങളാണ്. ഇതൊരു കറുത്ത മരുന്നാണ് കേട്ടോ, കരിമരുന്ന് എന്നൊക്കെ പറയും. ആ ടൈപ്പ് സാധനമാണ്. മറ്റത് വേറെ മരുന്നാണ്. നമ്മളെ മേശാപ്പൂവിൻ്റെ ഉള്ളിലുള്ള ഒരു വേറെ മരുന്നാണ്.
അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട് മരുന്ന്. കുറച്ചും കൂടി ഉണ്ട് തോന്നുന്നു. അപ്പോൾ നമ്മളൊരു പപ്പടക്കോല് എന്തെങ്കിലും കമ്പിന്ന് വെച്ചിട്ട് ഫുള്ളായി എടുത്തിട്ടുണ്ട്. അതാ കുറച്ചുകൂടി മരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കമ്പി വെച്ചിട്ട് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് ഫുള്ളായിട്ട് കിട്ടിയിരിക്കും നമുക്ക് മരുന്ന്. അപ്പോൾ നമുക്കൊരു 3 എണ്ണത്തിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇതാ, അങ്ങനെ 3 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിക്കാം. നമ്മളെ തിരി അതിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളെ ടിക്റ്റിക്കിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്ലവർ പോട്ടിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ മരുന്ന് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ളതാണ് ഇതിൽ. അപ്പോൾ രണ്ടും കൂടി നിറയ്ക്കണം. അപ്പോൾ പെട്ടെന്ന് ഫില്ലാകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വായ്ഭാഗം ഒന്ന് വട്ടം കൂട്ടി കൊടുക്കണം കട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് ഹോളൊന്ന് വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളത് ഫുള്ളായി കട്ട് ചെയ്തെടുത്ത് ആ ഹോള് വലുതാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മരുന്നും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലവർ പോട്ടിൽ നിന്ന് എടുത്ത ഒരു മരുന്ന് ഈ ടിക്റ്റിക്കിൽ നിന്ന് എടുത്ത മരുന്നും കൂടിയിട്ട് മിക്സ് ചെയ്യണം നമ്മൾ. അപ്പോൾ 2 മരുന്നും കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ അതാ നമ്മളെ മരുന്ന് ഇതാക്കണം. അപ്പോൾ തിരിയൊന്ന് മാറ്റി വെച്ച് മരുന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളൊരു ആക്സോ ബ്ലേഡ് എടുത്തിട്ട് ആ ആക്സോ ബ്ലേഡായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് മരുന്ന്. ഇപ്പോൾ രണ്ടും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ കുട്ടികൾ ആരും ഇത് ചെയ്ത് നോക്കരുത്. നമ്മളത്രയും കെയർ ആയിട്ടാണ് ചെയ്യണത്. എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികളാരും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു കോൺ ഐസ്ക്രീമിൻ്റെ ഇതുപോലെ ഒരു പേപ്പർ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മരുന്ന് ഇതിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മരുന്ന് ഇതിലിങ്ങനെ നിറച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണായിട്ട് കോരി ഇതിൽ നിറയ്ക്കണം. അപ്പോൾ ഇതിൽ നിറച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ നല്ലതായിട്ട് നിറയ്ക്കണം. ചെറിയൊരു ഹോളായ കാരണം അത് കൂടെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സാവധാനം മെല്ലെ നിറച്ചു കൊടുക്കണം. നമ്മളിതൊരു കമ്പി എടുത്തിട്ട് നിറച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് നിറച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് തിരി വെച്ച് കൊടുക്കണം. അപ്പോൾ തിരി വെക്കാനായിട്ട് നമ്മൾ കമ്പി വെച്ചിട്ട് തിരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ഇറക്കി വെക്കണം തിരി നമുക്ക്. ഈ തിരിയിലാണ് നമ്മൾ കത്തിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അതാ അപ്പോൾ അത് നമ്മളിതാ ഫുള്ളായിട്ട് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ബാക്കി വന്ന മരുന്നുകൊണ്ട് നമ്മൾ ആ ചെറിയ ടിക് ഇല്ലേ
അതിൽ തന്നെ നിറച്ചിട്ട് പൊട്ടിക്കാനുള്ളൊരു ഇതിലാണ്. അപ്പോൾ ആ ചെറിയ ഇതിൽ തന്നെ നമ്മൾ നിറയ്ക്കുകയാണ്. അതിൻ്റെ തിരിയും വെച്ചിട്ട് അതിൽ നിറച്ചെടുക്കുകയാണ്. അപ്പോൾ മറ്റേതിൽ 2 മരുന്ന് കൂടി മിക്സ് ചെയ്താറുണ്ട്. മറ്റേതിൽ നിറച്ചപ്പോൾ ബാക്കി വന്ന്. അപ്പോൾ അതാ ഫുള്ളായിട്ട് നമ്മൾ ഇതിലും ഈ 3 എണ്ണത്തിൽ നിറച്ചെടുക്കുകയാണ്. അപ്പോൾ ആ തിരി കുറച്ച് പുറത്തേക്ക് വെച്ചിട്ട് നമ്മളിതിൽ 3 എണ്ണത്തിലും ഫുള്ളായി ഫില്ല് ചെയ്യണം നമ്മളിതിൽ. ഇനി നമ്മളിത് കത്തിച്ച് നോക്കണം. കത്തിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് സംഭവം ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ്, കത്തുകയാണോ ഇനി മൊത്തത്തിൽ പൊട്ടി തെറിക്കുകയാണോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ പറഞ്ഞത് കുട്ടികൾ ആരും ഇത് ചെയ്യരുതെന്ന്. അപ്പോൾ നമ്മൾ 3-മത്തെയും 2-മത്തെയും നിറയ്ക്കാൻ പോവാണ്. 2-മത്തെ ഇതാ നിറച്ച്. ഇത് കൈ കൊണ്ടൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ കയ്യുമെന്ന് പിന്നെ കഴുകിയാലും പോവില്ല കേട്ടോ. ഈ മരുന്ന് കയ്യുമായി കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ 2-മത്തെയും ഏകദേശം നിറച്ചിട്ടുണ്ട്. നല്ല അമർത്തി ഫില്ല് ചെയ്യുക, നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ കമ്പി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കുത്തി കൊടുക്കുന്നത്. കമ്പി വെച്ച് അധികം നല്ലൊരു കമ്പി എടുക്കണം കേട്ടോ. നമ്മൾ ഈ അധികം റഫായുള്ള കമ്പിയൊക്കെ എടുത്തിട്ട് കുത്തി അമർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും സ്പാർക്കിംഗ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അധികം ടൈറ്റാക്കിയിട്ടൊന്നും ചെയ്യരുത്. ഒരു അത്യാവശ്യം നമുക്ക് ഏകദേശം അറിയാമല്ലോ, അങ്ങനത്തെ ഒരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മൾ 3 എണ്ണം നിറച്ച് പിന്നെ ഫ്ലവർ പോട്ട് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായി നിറച്ച്. ഇനി അടുത്തൊരു ടാസ്ക് നമ്മളിത് കത്തിച്ച് നോക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മളുടെ സാധനം ഇതാ. നമുക്കിനി കത്തിച്ച് നോക്കണം. നമുക്ക് കത്തിച്ച് നോക്കാം. ഫ്രണ്ട്സ് നമ്മളൊരു പേപ്പർ വയ്ക്കുകയാണ്. പെട്ടെന്നുണ്ട് കത്തി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സംഭവം എന്താവുമെന്ന് നമുക്കറിയില്ല, എങ്ങനെ പൊട്ടുമെന്ന് അറിയില്ല. പൊട്ടുകയാണോ കത്തുകയാണെന്ന് ഞാൻ പറയാൻ പറ്റില്ല. അപ്പം നമ്മളെന്തായാലും കത്തിച്ച് നോക്കണം. അപ്പോൾ നമ്മളിതാ പെട്ടെന്ന് കത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പേപ്പർ വെക്കുന്നത്. നമ്മളെ ചെറുതാണെങ്കിൽ നമ്മൾ കത്തിക്കാൻ പോണത്. അപ്പോൾ വലുത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞ് ഇനി ചെറുതാ 3 എണ്ണം ഉണ്ടാക്കിയില്ലേ, ബാക്കി വന്ന മരുന്നുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയില്ലേ, അതാണ് ഇനി കത്തിക്കാൻ പോണത്. അപ്പോൾ നമ്മളിതാ അതിൻ്റെ മേലെ പേപ്പർ വെച്ച് ഇനി കത്തിക്കാൻ പോവാണ്. അപ്പോൾ തീപ്പെട്ടി കൊണ്ട് കത്തിച്ച് പേപ്പർ. അപ്പോൾ അത് നല്ലപോലെ കത്തിയില്ല. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി വെച്ച് നോക്കാം. അപ്പോൾ ഒന്നും കൂടി പേപ്പർ വെച്ച് കത്തിക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് കത്തിക്കാം. ഉണ്ടാക്കിയ സാധനം നമുക്കൊരു വിശ്വാസം പോരാ.